4 സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ ഏപ്രിൽ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അതിലെ പാർട്ട് ബി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സ്റ്റേറ്റ് ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം. Second part, prove that sample mean is a sufficient estimator of population mean when a random sample of size n is taken from a Poisson population. അപ്പോൾ ആദ്യം നമ്മൾ ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറമാണ് പറയുന്നത്. The estimator T is said to be sufficient for an unknown parameter theta if we can factorize the likelihood function of the sample into the product of two functions of which one is a function of t and theta and other is a function independent of theta. That is, L of x1, x2, etc. xn theta can be written as L1 of t theta into L2 of x1, x2, etc. xn. This is called Fisher name and factorization theorem. അതായത് നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റ അൺനോൺ ആണെങ്കിൽ നമ്മൾ സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഒരു എസ്റ്റിമേറ്ററിനെ കണ്ടുപിടിക്കും. ആ എസ്റ്റിമേറ്റർ സഫിഷ്യൻറ്റ് ഫോർ തീറ്റ എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്, നമുക്ക് ആ സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. അതിൽ ഒരു ഫംഗ്ഷൻ ടിയും തീറ്റയും അതായത് എസ്റ്റിമേറ്ററും പാരാമീറ്ററും അടങ്ങിയ ഫംഗ്ഷൻ ആയിരിക്കണം. അടുത്തത് പാരാമീറ്റർ ഇല്ലാത്തൊരു ഫംഗ്ഷനുമായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, ടി ഈസ് എൻ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഫോർ തീറ്റ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് സാമ്പിൾ മീൻ ഈസ് സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ ഫോർ പോപ്പുലേഷൻ മീൻ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ഇൻ ദ കേസ് ഓഫ് പോയ്സോൺ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ പോയ്സോൺ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ PMF എഫ് ഓഫ് എക്സ് ലാംഡ എന്ന് പറയും. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി ആൻഡ് ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് പോയ്സോൺ പോപ്പുലേഷൻ്റെ PMF. ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് അതിൻ്റെ പാരാമീറ്റർ ആയിട്ടുള്ള ലാംഡ തന്നെയാണ്. അപ്പോൾ നമുക്ക് എഴുതാം പോപ്പുലേഷൻ പോയ്സോൺ പോപ്പുലേഷനാണ്. therefore we can write the population mean. അല്ലേ, പോപ്പുലേഷൻ മീനിന് നമ്മളിവിടെ ലാംഡയാണ് ഈ കേസിൽ. അതായത് നമ്മൾ തീറ്റ എന്ന് പറയുന്നതാണ് നമ്മൾ പാരാമീറ്ററിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ ആരാ വന്നിരിക്കുന്നത്, ലാംഡയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാംഡയ്ക്കുള്ള ഒരു സഫിഷ്യൻ്റ് എസ്റ്റിമേറ്ററാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അത് എക്സ് ബാർ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ ടേക്ക് എ റാൻഡം സാമ്പിൾ. നമ്മളൊരു റാൻഡം സാമ്പിളാണ് ഈ പോപ്പുലേഷൻ പോയ്സോൺ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റാൻഡം സാമ്പിൾ നമ്മൾ ഡ്രോ ചെയ്യാം. അത് നമ്മൾ x1, x2 എക്സെട്ര എക്സ് എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളാണ്. എവിടെ നമ്മൾ എടുക്കുന്നത്, ഫ്രം ദി പോയ്സോൺ പോപ്പുലേഷൻ. പോയ്സോൺ പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു റാൻഡം സാമ്പിളിനെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സാമ്പിളിലുള്ള ഓരോ ഒബ്സർവേഷനും പാരൻറ്റ് പോപ്പുലേഷൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക. അതായത് ഇവിടെയുള്ള x1, x2 എക്സെട്ര എക്സനുകളെല്ലാം പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം എഫ് ഓഫ് x1 ലാംഡ. x1ൻ്റെ PMF എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x1 ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ. വാല്യൂസ് 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. അതേമാതിരി എഫ് ഓഫ് x2 ലാംഡ എന്താ നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x2 ഡിവൈഡഡ് ബൈ x2 ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് എഫ് ഓഫ് എക്സ് എൻ ലാംഡ എന്താ നോക്കാം. ദാറ്റ് ഈസ് ഓൾസോ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് എൻ ഡിവൈഡഡ് ബൈ എക്സ് എൻ ഫാക്ടോറിയൽ എന്ന് നമുക്ക് കിട്ടും. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സാമ്പിൾ ഒബ്സർവേഷൻ്റെയും PMFകൾ നമുക്കറിയാം. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിളാണ്. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് L ഓഫ് x1, x2 എക്സെട്ര xn ഇവിടുത്തെ നമ്മൾ അതിൻ്റെ പാരാമീറ്റർ ലാംഡ. that is actually equal to likelihood function എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റാൻഡം സാമ്പിളിൻ്റെ likelihood function എന്ന് പറഞ്ഞാൽ it is actually the product of the PMFs.
അല്ലേ? സാമ്പിൾ ഓരോ സാമ്പിളിൻ്റെയും PMFകളുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ f(x1) ലാംഡ ഇൻറ്റു f(x2) ലാംഡ എക്സെട്ര ഇൻറ്റു f(xn) ലാംഡ. ഇവരെ പ്രോഡക്റ്റാണ് നമ്മളെ ലൈക്ലിഹുഡ് ഫംഗ്ഷനായിട്ട് വരുന്നത് ഒരു റാൻഡം സാമ്പിളിൻ്റെ കേസസ്. ദിസ് ഇസ് ഈക്വൽ ടു e⁻ ലാംഡ ലാംഡ റേസ് ടു x1 divided by x1 factorial into e⁻ lambda lambda raised to x2 divided by x2 factorial etc. e⁻ lambda lambda raised to xn divided by xn factorial. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പിന്നെ സിമിലർ ആയിട്ടുള്ള ടേംസിനെയൊക്കെ ഒന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, e⁻ ലാംഡ ഇൻറ്റു e⁻ ലാംഡ എക്സെട്ര ഇൻറ്റു e⁻ ലാംഡ. അതായത് എല്ലാ ടേമുകളിലും ഈ പ്രോഡക്റ്റിലുള്ള എല്ലാ ടേമുകളിലും e⁻ ലാംഡ വന്നിട്ടുണ്ട്. അതായത് n ടൈംസ് e⁻ ലാംഡ വന്നിട്ടുണ്ട്. നമുക്കെങ്ങനെ എഴുതാം? e⁻n ലാംഡ എന്ന് എഴുതാം. പിന്നെ ലാംഡയുടെ പവറുകൾ നോക്കുക. അവിടെ ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 എക്സെട്ര ഇൻറ്റു ലാംഡ റേസ് ടു xn എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാംഡ റേസ് ടു ബേസുകളെല്ലാം സെയിം ആണ്, പവറുകൾ ആഡ് ചെയ്തിട്ട് എഴുതാം. x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn എന്ന് എഴുതാം അല്ലേ. ഡിവൈഡഡ് ബൈ നമുക്ക് വന്നിരിക്കുന്നത് x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇപ്പം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xnന് സമ്മേഷൻ xi എന്ന് വെച്ചിട്ട് എഴുതാം. അപ്പം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് L ഓഫ് x1 x2 എക്സെട്ര xn ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് e⁻n ലാംഡ എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ വന്നിരിക്കുന്ന ലാംഡ റേസ് ടു സമ്മേഷൻ xi എന്ന് എഴുതും. ലാംഡ റേസ് ടു x1 ഇൻറ്റു ലാംഡ റേസ് ടു x2 അങ്ങനെ വന്നില്ലേ. അപ്പോൾ അതിന് സമ്മേഷൻ ലാംഡ റേസ് ടു xi എന്ന് എഴുതാം. പിന്നെ ഉള്ളത് ഡിനോമിനേറ്ററിൽ ഫാക്ടോറിയലുകൾ വരുന്ന ടേമാണ് x1 ഫാക്ടോറിയൽ x2 ഫാക്ടോറിയൽ എക്സെട്ര xn ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടിയത്. അപ്പോൾ നമ്മളോട് ലാംഡയുടെ അതായത് പോപ്പുലേഷൻ മീനിൻ്റെ സഫിഷ്യൻറ്റ് എസ്റ്റിമേറ്റർ സാമ്പിൾ മീൻ ആണ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സാമ്പിൾ മീൻ എക്സ് ബാർ? സാമ്പിൾ മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് സമ്മേഷൻ xi ഡിവൈഡഡ് ബൈ n അല്ലേ. i is equal to 1 to n xi ഡിവൈഡഡ് ബൈ n ആണ് എക്സ് ബാർ. ഓർ നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ i is equal to 1 to n xiനെ അപ്പോൾ എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് ഈക്വൽ ടു n എക്സ് ബാർ എന്ന് എഴുതിക്കൂടെ അല്ലേ. അതായത് സമ്മേഷൻ xi എന്ന് വരുന്ന സ്ഥാനത്ത് നമുക്ക് എന്തെഴുതാം? n ഇൻറ്റു എക്സ് ബാർ എന്ന് ഇവിടെ എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഞാൻ ഇങ്ങനെ എഴുതും, e⁻n ലാംഡ. ഇവിടെ ലാംഡ റേസ് ടു സമ്മേഷൻ xi എന്ന് വന്നവിടെ n എക്സ് ബാർ എന്ന് എഴുതും. ഈ ലാംഡ വന്ന ടേമുകളെ ഒന്നായിട്ട് ഞാൻ എടുക്കുന്നു. പിന്നെ ബാക്കിയുള്ളത് ഈ ഡിനോമിനേറ്റർ വരുന്നതാണ്, അതിനെ ഞാൻ സെപ്പറേറ്റ് ആക്കി എഴുതുന്നു. 1 ഡിവൈഡഡ് ബൈ x1 ഫാക്ടോറിയൽ ഇൻറ്റു x2 ഫാക്ടോറിയൽ എക്സെട്ര ഇൻറ്റു xn ഫാക്ടോറിയൽ. ഇങ്ങനെ രണ്ട് പ്രോഡക്റ്റായിട്ട് എഴുതി. അതിൽ ഫസ്റ്റ് ടേം നമ്മളൊന്ന് നോക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് ടേം നോക്കൂ. ഇതിൽ രണ്ട് ഫങ്ഷൻസാണ്, ലാംഡയുടെയും എക്സ് ബാറിൻ്റെയും ഫങ്ഷനാണ്. ലാംഡയാണ് നമ്മൾ തീറ്റയുടെ സ്ഥാനത്ത് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ ആൻഡ് എക്സ് ബാർ ആണ് നമ്മളെ എസ്റ്റിമേറ്റ്. ദിസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടി ആൻഡ് തീറ്റ. ആൻഡ് രണ്ടാമത്തെ ഫങ്ഷനിൽ തീറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാംഡ എന്ന് പറയുന്ന പാരാമീറ്ററേ ഇല്ല അല്ലേ. ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ലാംഡ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? നമ്മളെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമ്മൾ രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഒന്ന് ഇസ് എ ഫംഗ്ഷൻ ഓഫ് L1 ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് അല്ലെങ്കിൽ ടി എന്ന് പറഞ്ഞ സ്ഥാനത്ത് എക്സ് ബാർ അല്ലേ, എക്സ് ബാർ ആൻഡ് ദിസ് ഇസ് എക്സ് ബാർ ആൻഡ് ലാംഡ ആൻഡ് ദ അതർ വൺ into L2 is a function of x1, x2, etc. xn and it is independent of lambda. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റി. So we can say that x bar is sufficient for lambda. x bar is sufficient for lambda എന്ന് പറയാം. That is sample mean is sufficient for population mean in the case of Poisson population. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോൺഫിഡൻസ് കോഎഫിഷ്യൻറ്റ്. Derive a 95% confidence interval for the mean of a normal population n mu sigma square
based on a random sample of size 9 with sample mean x bar when the population variance is unknown. അപ്പോൾ നമുക്ക് എന്താണ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് നോക്കാം. ദ കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആൻ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് ലൈസ് വിത്തിൻ ആൻ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ 1 മൈനസ് ലാംഡ. അതായത് ഇപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ അൺനോൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സാമ്പിൾ എടുക്കും അല്ലേ. സാമ്പിൾ എടുത്തിട്ട് നമ്മളൊരു ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാണ് T1, T2. അപ്പോൾ നമ്മൾ പറയുകയാണ് പ്രോബബിലിറ്റി ദാറ്റ് theta lies between T1 and T2. That is T1 less than or equal to theta less than or equal to T2 is equal to 1 minus alpha എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി ദിസ് 1 minus alpha this is called the confidence coefficient. ഇപ്പോൾ നമ്മൾ സാധാരണ ഇൻ്റർവെൽ എസ്റ്റിമേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നൊക്കെ പറഞ്ഞാൽ കോൺഫിഡൻസ് കോഎഫിഷ്യൻ വിൽ ബി 0.95. ദിസ് ഇസ് കോൺഫിഡൻസ് കോഎഫിഷ്യൻ അല്ലേ. ഇപ്പോൾ നമ്മളോട് പറയാം 90% കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് 0.90 എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. നമ്മളോട് അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണാനാണ് ഫോർ ദ മീൻ ഓഫ് എ നോർമൽ പോപ്പുലേഷൻ. അപ്പോൾ പോപ്പുലേഷൻ നോർമലാണ്, n/σ² ആണ്. അതിലെടുത്തിരിക്കുന്ന സാമ്പിളിൻ്റെ സൈസ് 9 ആണ്. വിത്ത് സാമ്പിൾ മീൻ x ബാർ ആണ് ആൻഡ് പോപ്പുലേഷൻ വേരിയൻസ് ഇസ് അൺനോൺ. ഈ കേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ഒരു കോൺഫിഡൻസ് ഇൻ്റർവെൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമൽ പോപ്പുലേഷനാണ്, n/σ² ആണ്. സാമ്പിൾ സൈസ് n is equal to 9 എന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് എ സ്മോൾ സാമ്പിൾ. ദിസ് ഇസ് എ 13നെക്കാട്ടും കുറവുള്ളൊക്കെ നമ്മൾ സാമ്പിൾ സ്മോൾ സാമ്പിൾ എന്ന് എടുക്കുന്നു. ആൻഡ് മറ്റൊരു കാര്യം പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ ഇസ് അൺനോൺ എന്ന് തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ അൺനോൺ ആണ്, സാമ്പിൾ സൈസ് സ്മോൾ ആണ്, പോപ്പുലേഷൻ നോർമലാണ്. ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് പറയാം ടി ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1. അതായത് സാമ്പിൾ മീൻ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1. ദിസ് വിൽ ഫോളോ എ സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് നമുക്ക് പറയും. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മളൊരു 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബൈ റെഫറിങ് ദ സ്റ്റുഡൻസ് ടി ടേബിൾസ്, സ്റ്റുഡൻസ് ടി ടേബിൾ നമ്മൾ നോക്കുക. സ്റ്റുഡൻസ് ടി ടേബിൾ നോക്കുമ്പോൾ അതിൽ 1 tailed 2 tailed ഉണ്ടാവും. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി ആർ റെഫറിങ് 2 tailed സ്റ്റുഡൻസ് ടി ടേബിൾ. 2 tailed സ്റ്റുഡൻസ് ടി ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. T∝/2 എന്ന് എനിക്ക് പറയാം. ടേബിൾ വാല്യൂ T∝/2 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വിചാരിച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ n-1 ഡിഗ്രി ഓഫ് ഫ്രീഡം എടുക്കണം. ആൻഡ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫയുടെ സ്ഥാനത്ത് ഇവിടെ 95% ആയതുകൊണ്ട് ആൽഫ 0.05 എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ 2 tailed സ്റ്റുഡൻസ് ടി ടേബിൾ നോക്കുമ്പോൾ നമുക്കൊരു ടേബിൾ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം നമ്മളെ കേസിൽ നമ്മളെ ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇവിടെ 8 ആണ് അല്ലേ. 9-1 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൽഫ ഇസ് ഈക്വൽ ടു 0.05 നമുക്കൊരു ടേബിൾ വാല്യൂ T∝/2 കണ്ടുപിടിക്കാം. സച്ച് ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് T∝/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു less than or equal to plus T∝/2 is equal to 0.95. ഈ രീതിയിൽ കോൺഫിഡൻസ് കോഎഫിഷ്യൻ്റ് 0.95 ആവുന്ന രീതിയിൽ എനിക്കൊരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ആൻഡ് അതിന് വേണ്ടിയിരിക്കുന്ന ടേബിൾ വാല്യൂസ് T∝/2 എന്ന് പറയുന്നത് എവിടുന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത്, എൻ്റെ സ്റ്റുഡൻസ് ടി ടേബിളിൽ നോക്കുന്നു 8 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ആ വാല്യൂ T∝/2 എന്താണ് വരുന്നത് എന്ന് നോക്കാം.
നമ്മൾ സ്റ്റുഡൻസ് ടി ടേബിൾ നോക്കുകയാണ്. സ്റ്റുഡൻസ് ടി ടേബിളിൽ ഇവിടെ 2 tailed ടേബിളിലാണ് ഞാൻ നോക്കാൻ പോകുന്നത്. 2 tailed ടേബിളിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 0.05 എന്ന് പറയുന്ന 0.05 എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വരുന്നത്. ആൻഡ് ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് n-1. 8ലും കൂടി നോക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.306 ആണ്. ഇത്രയാണ് ടേബിൾ വാല്യൂ വരുന്നത്. 8 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05ലും 2.306 എന്ന് പറയുന്ന ടേബിൾ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ടേബിൾ വാല്യൂ നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് മൈനസ് 2.306 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി. ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ടി എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1. എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 2.306 ഇസ് ഈക്വൽ ടു 0.95 എന്ന് കിട്ടി അല്ലേ. ഇങ്ങനെയുള്ള ഇതിലെത്തി. നമുക്ക് വേണ്ടത് 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ മ്യൂ ആണ്. അതായത് വി ഹാവ് ടു ഫൈൻഡ് എ T1 ആൻഡ് T2. അതായത് T1 ലെസ് ദാൻ ഓർക്കൽ മ്യൂ ലെസ് ദാൻ ഓർക്കൽ ടു T2. അതായത് 2 വാല്യൂസ് എനിക്ക് കണ്ടുപിടിക്കണം. മ്യൂ ആയിരിക്കണം നടുവിൽ വരേണ്ടത്. സോ ദാറ്റ് ഇറ്റ്സ് പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു 0.95. ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇവിടെ T1ഉം T2ഉം നമ്മൾ സാമ്പിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന വാല്യൂസാണ് അല്ലേ. അപ്പോൾ മ്യൂവിനെ മാത്രമാണ് നടുവിൽ നിർത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെയുള്ള ഓരോരുത്തരെയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1 അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് എല്ലാ ടേമിനെയും എസ് ബൈ റൂട്ട് ഓഫ് n-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് -2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് ഓഫ് n-1നെ എസ് ബൈ റൂട്ട് ഓഫ് n-1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ടേം ക്യാൻസൽ ആയിപ്പോയി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.95 എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അല്ലേ. അപ്പോൾ എസ് ബൈ റൂട്ട് ഓഫ് n-1നെ ഒഴിവാക്കി. ഇനി മ്യൂവിൻ്റെ കൂടെ നിൽക്കുന്നത് എക്സ് ബാർ ആണ്. അപ്പോൾ ഞാൻ ആഡിങ് ത്രൂ ഔട്ട് ബൈ മൈനസ് എക്സ് ബാർ എല്ലാ ടേമിനെയും മൈനസ് എക്സ് ബാർ കൊണ്ട് ഞാൻ ആഡ് ചെയ്യാണ്. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? പ്രോബബിലിറ്റി ഓഫ് മൈനസ് എക്സ് ബാർ മൈനസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ മൈനസ് എക്സ് ബാർ ആഡ് ചെയ്യുമ്പോൾ എക്സ് ബാർ ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ഒരു മൈനസ് മ്യൂ മാത്രം ബാക്കി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ബാർ പ്ലസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.95 എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ എഗെയിൻ നമ്മൾ മൈനസ് മ്യൂ ആണ്. ശരിക്കും നമുക്ക് നടുവിൽ മ്യൂ ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? ഒരു മൈനസ് മ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൈനസ് മ്യൂവിനെ ഒഴിവാക്കാൻ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ -1 കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ മൈനസ് എല്ലാം പ്ലസ് ആവും, പ്ലസ് എല്ലാം മൈനസ് ആവും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ പ്ലസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 വരും. പിന്നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഇക്വാളിറ്റി റിവേഴ്സ് ആവും. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള എന്തായിപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.95 എന്നാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിതിനെ ഒന്ന് തിരിച്ചിടും അല്ല ലെസ് ദാൻ എന്നുള്ള രീതിയിൽ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ബാർ മൈനസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതുക അല്ലേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് 2.306 എസ് ബൈ റൂട്ട് ഓഫ് n-1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.95.
അപ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ മ്യൂ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും കിടക്കുന്ന ആളുകൾ അവരാണ് അതിൻ്റെ ഇൻ്റർവെൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് ഓർ കോൺഫിഡൻസ് ഇൻ്റർവെൽ. അതായത് നമുക്ക് പറയാം ദ 95% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ മ്യൂ ഇസ് ദീസ് ടു തിങ്സ്. അതായത് നമുക്കിങ്ങനെ എഴുതാം, ഇവിടെ എക്സ് ബാർ ദിസ് ഇസ് T1, T2 എന്ന് എഴുതിയില്ല, അതേമാതിരി എക്സ് ബാർ -2.306 s/√n-1, എക്സ് ബാർ പ്ലസ് 2.306 s/√n-1. That is the 95% confidence interval for me. അടുത്ത ക്വസ്റ്റ്യൻ, find the probabilities of type 1 and type 2 errors if x greater than or equal to 1 is the critical region for testing h0 theta is equal to 2 against h1 theta is equal to 1 based on a single observation from the population with PDF fx theta is equal to theta e raised to minus theta x, x is greater than or equal to 0. അപ്പോൾ നമുക്കിവിടെ ക്രിട്ടിക്കൽ റീജൻസ് തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ റീജൻ ഇസ് ഗിവൺ ആസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ റീജൻ. അതായത് എക്സിൻ്റെ വാല്യൂ ഒന്നോ ഒന്നിനെക്കാട്ടിനൊക്കെ അധികമോ വന്നാലാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് എ ക്രിട്ടിക്കൽ റീജൻ അല്ലേ. പിന്നെ തന്നിരിക്കുന്നത് H0 നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആവുമ്പോൾ തീറ്റ വിൽ ബി ഈക്വൽ ടു 2 ആൻഡ് H1 ട്രൂ ആവുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ പ്രോബബിലിറ്റീസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഇറേഴ്സിനുള്ള പ്രോബബിലിറ്റീസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബേസ്ഡ് ഓൺ എ സിംഗിൾ ഒബ്സർവേഷൻ ഫ്രം ദിസ് പോപ്പുലേഷൻ. ഫ്രം ദി പോപ്പുലേഷൻ പറഞ്ഞാൽ ഇതൊരു എക്സ്പോണൻഷ്യൽ പോപ്പുലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ. എഫ് എക്സ് തീറ്റ തന്നിട്ടുണ്ട്, തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്, അതിൻ്റെ PDF, ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ഇറർ കാണാം. പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ഇറർ ഇസ് ഡിനോട്ടഡ് ബൈ ആൽഫ. ആൽഫ ഈസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ഇറർ അല്ലേ. അപ്പോൾ എന്താ ടൈപ്പ് 1 ഇറർ എന്ന് പറഞ്ഞാൽ? ടൈപ്പ് 1 ഇറർ എന്ന് പറഞ്ഞാൽ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് H0 വെൻ ആക്ച്വലി H0 ഇസ് ട്രൂ. H0 ട്രൂ ആവുമ്പോൾ H0നെ റിജക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി, അതിനെയാണ് നമ്മൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴാണ് H0നെ റിജക്റ്റ് ചെയ്യുന്നത്? H0നെ റിജക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവേഷൻ ക്രിട്ടിക്കൽ റീജിയനിൽ വന്നാലാണ്. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയനിൽ വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ക്രിട്ടിക്കൽ റീജിയൻ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരിക, ഗിവൺ H0 എന്ന് പറഞ്ഞാൽ തീറ്റ 2 ആവുക. H0 ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ 2 എന്നുള്ള വാല്യൂ എടുക്കുകയാണ് വേണ്ടത്. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടുപിടിക്കണം വിത്ത് തീറ്റ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 കണ്ടുപിടിക്കാൻ ആ പ്രോബബിലിറ്റി എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ PDF-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഇൻ ദ റേഞ്ച് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് തീറ്റനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ഏത് റേഞ്ചിൽ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എക്സിൻ്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എക്സിൻ്റെ റേഞ്ച്. നമുക്കിവിടെ വേണ്ടത് എക്സിൻ്റെ റേഞ്ച് ഒന്നിനെക്കാട്ടും കൂടുതലാവുക, അതായത് 1 ടു ഇൻഫിനിറ്റി എന്ന റേഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് തീറ്റനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം ബൈ ടേക്കിംഗ് തീറ്റ ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എഴുതാം, ദിസ് ഇസ് ഇൻ്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് dx with theta is equal to 2, or this can be written as integral 1 to infinity 2 e raised to minus 2x dx. ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് ഈക്വൽ ടു 2നെ പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു മൈനസ് 2xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു മൈനസ് 2x ഡിവൈഡഡ് ബൈ മൈനസ് 2 ആൻഡ് റേഞ്ച് 1 ടു ഇൻഫിനിറ്റി. ഇപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസലായി, ഒരു മൈനസ് മാത്രം ബാക്കിയായി. മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു ഇൻഫിനിറ്റി, ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി മൈനസ് ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി 0 മൈനസ് ഇ റേസ് ടു മൈനസ് 2 എന്ന് വരുന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2. ദിസ് ഇസ്
പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ ആണ് കാണേണ്ടത്. അതിനെ ബീറ്റ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബീറ്റ ഈസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. ടൈപ്പ് 2 എറർ ആണ്. എന്താ ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ആക്സെപ്റ്റൻസ് എറർ. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ആക്സെപ്റ്റിംഗ് H0. H0നെ ആക്സെപ്റ്റ് ചെയ്യുന്നു വെൻ H1 ഇസ് ട്രൂ. H1 ട്രൂ ആവുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് H0നെ? ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആക്സെപ്റ്റ് ചെയ്യുന്നത് ദിസ് ഇസ് ക്രിട്ടിക്കൽ റീജിയൻ. അപ്പോൾ ആക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 1 ആകുമ്പോഴാണ്. എക്സിൻ്റെ വാല്യൂ 1നെക്കാട്ടും കുറവാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യുന്നത് H0ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 1 ഗിവൺ H1. H1 പറയുന്നത് തീറ്റ 1 എന്നാണ് അല്ലേ? അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഇവിടെയും എക്സ് ലെസ് ദാൻ 1 എന്ന രീതിയിൽ എക്സിൻ്റെ റേഞ്ച് നമുക്കറിയാം 0 ടു ഇൻഫിനിറ്റി ആണ്. എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 0 മുതൽ 1 എന്ന് പറയുന്ന റേഞ്ചിലാണ് നമ്മൾ പി ഡി എഫ് തീറ്റ ഇ റേസ് ടു മൈനസ് തീറ്റ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ എടുക്കേണ്ടത് തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ തീറ്റ 1 കൊടുക്കുമ്പോൾ 0 ടു 1 ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഇതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ -1 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1, ഓർ ദിസ് ഇസ് മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു -1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0, ഓർ ദിസ് ഈസ് മൈനസ് ഓഫ് ഇ റേസ് ടു -1 മൈനസ് ഇ റേസ് ടു 0 ഇസ് 1 അല്ലേ? ഓർ ദിസ് ഇസ് 1 മൈനസ് ഇ റേസ് ടു -1. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ.